കേരള നാഷണൽ ആയുഷ് മിഷൻ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പാക്കി വരുന്ന വിവിധ പ്രോജക്റ്റിലേക്ക് ജീവനക്കാരെ ആവശ്യമുണ്ട്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വഴിയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കാം. ഒഴിവ് നാഷണൽ ആയുഷ് മിഷൻ പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 3 തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 1 മൾട്ടിപർപ്പസ് വർക്കർ, 2 യോഗ ഡെമോൺസ്ട്രേറ്റർ, 3 സാനിറ്റേഷൻ വർക്കർ. പ്രായപരിധി മൾട്ടിപർപ്പസ് വർക്കർ 40 വയസ്സ് വരെ, യോഗ ഡെമോൺസ്ട്രേറ്റർ 50 വയസ്സ് വരെ, സാനിറ്റേഷൻ വർക്കർ 40 വയസ്സ് വരെ. വിദ്യാഭ്യാസ യോഗ്യത മൾട്ടിപർപ്പസ് വർക്കർ BSc നേഴ്സിംഗ്, യോഗ ഡെമോൺസ്ട്രേറ്റർ BNYS, MSc, MPhil ആൻഡ് PG, സാനിറ്റേഷൻ വർക്കർ വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ്. ഇൻ്റർവ്യൂ ഈ പറഞ്ഞ തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകൾ തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യഭവൻ ബിൽഡിങ്ങിൽ 5ാമത്തെ ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നാഷണൽ ആയുഷ് മിഷനിലോ നേരിട്ടോ തപാൽ മുഖേനയോ നിശ്ചിത തീയതിക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. അവസാന തീയതി 2023 ഡിസംബർ 29. ഇൻ്റർവ്യൂ നടക്കുന്ന തീയതി രാവിലെ 11 മണി മുതലാണ്. മൾട്ടിപർപ്പസ് വർക്കർ 2024 ജനുവരി 5-ന്, യോഗ ഡെമോൺസ്ട്രേറ്റർ 2014 ജനുവരി 9, സാനിറ്റേഷൻ വർക്കർ 2024 ജനുവരി 16. ശമ്പളത്തിൻ്റെ വിവരങ്ങൾ ഔദ്യോഗിക നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിന് ഹാജരാകുന്ന സമയത്ത് ശമ്പള വിവരങ്ങൾ നേരിട്ട് ചോദിച്ചറിയാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോം നോട്ടിഫിക്കേഷൻ ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. എയർപോർട്ടിൽ ജോലി സ്വപ്നം കാണുന്നവർക്ക് ഇപ്പോൾ അവസരം. എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ തസ്തികയിലെ ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടി ഔദ്യോഗിക വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 209 ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ ഉടൻ തന്നെ അപേക്ഷിക്കുക. എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ് പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഒഴിവുകൾ നോക്കാം. ലൊക്കേഷൻ വൈസ് ഡൽഹി വേക്കൻസി 87, മുംബൈ 70, കൽക്കട്ട 12, ഹൈദരാബാദ് 10, നാഗ്പൂർ 10, തിരുവനന്തപുരം 20. എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡിൽ വന്ന ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി പൊതുവിഭാഗം 35 വയസ്സിൽ കൂടരുത്, OBC 38 വയസ്സ്, SC ST 40 വയസ്സ്. ക്വാളിഫിക്കേഷൻ കുറഞ്ഞത് 3 വർഷത്തെ ബിരുദം BSSC, BCom, BA അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് തത്തുല്യം. ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള കമ്പ്യൂട്ടറിലെ സർട്ടിഫിക്കറ്റ് കോഴ്സ്, കുറഞ്ഞത് 1 വർഷത്തെ കാലാവധി. പോസ്റ്റ് യോഗ്യതയ്ക്ക് ശേഷം ഒരു പ്രശസ്ത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം. OR BCA, BSc, CS, ITCCയിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. പോസ്റ്റ് യോഗ്യതയ്ക്ക് ശേഷം ഒരു പ്രശസ്ത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം. സാലറി ഡീറ്റെയിൽസ്. എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റ് വഴി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മികച്ചൊരു ശമ്പള പാക്കേജ് ഓഫർ നൽകുന്നു. ശമ്പളത്തോടൊപ്പം TA, DA, PF ഇവ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. സാലറി 27,000. എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡിൻ്റെ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ ചില കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫീസ് നൽകണം. അപേക്ഷാ ഫീസ് 1000 രൂപ. അയക്കേണ്ട അഡ്രസ് സ്ക്രീനിൽ കൊടുക്കുന്നു. എങ്ങനെ അപേക്ഷിക്കാം?
എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡിലെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പണത്തിന് മുന്നേ ഉദ്യോഗാർത്ഥി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജനുവരി 15 വൈകുന്നേരം 5 മണി വരെ. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വെബ്സൈറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നു, സന്ദർശിക്കുക. ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ യോഗ്യതകൾ, പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത, പരിചയം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഏതൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൽ നൽകുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ളത് മാത്രം നൽകുക. കാരണം ഇതിലേക്കാണ് പിന്നീടുള്ള അഡ്മിഷൻ ടിക്കറ്റ്, പരീക്ഷാ തീയതി, ഇൻ്റർവ്യൂ ഡേറ്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപ്ലൈ ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. കേരള പുരാവസ്തു വകുപ്പ് ലബോറട്ടറി അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കേരള സർക്കാർ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാം. കേരള PSSC മുഖേനയാണ് കേരള പുരാവസ്തു വകുപ്പ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 18നും 36നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം. പിന്നാക്ക വിഭാഗക്കാർക്ക് സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഇളവുകൾ ലഭ്യമാണ്. ക്വാളിഫിക്കേഷൻ: ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കെമിസ്ട്രിയിൽ നേടിയ ബിരുദം. പുരാവസ്തു വകുപ്പിലെ ലബോറട്ടറി അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ 31,100 രൂപ മുതൽ 66,800 രൂപ വരെ ശമ്പളം ലഭിക്കും. സെലക്ഷൻ: 1 OMR പരീക്ഷ, 2 ഷോർട്ട് ലിസ്റ്റിംഗ്, 3 സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, 4 വ്യക്തിഗത ഇൻ്റർവ്യൂ. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. 2024 ജനുവരി 17 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. പൂർണ്ണമായി യോഗ്യതയുള്ളവർ മാത്രം അപേക്ഷിക്കുക. PSSC കാറ്റഗറി നമ്പർ 527/2023. ഔഷധിയിൽ ഫാർമസിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. വിദ്യാഭ്യാസ യോഗ്യത, പ്രതിമാസ വേതനം, ഒഴിവുകളുടെ എണ്ണം, പ്രായപരിധി തുടങ്ങിയ വിവരങ്ങൾ പരിശോധിക്കാം. വേക്കൻസി ഡീറ്റെയിൽസ്: ഫാർമസിസ്റ്റ് 2, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് 1. ഏജ് ലിമിറ്റ് 22 വയസ്സിനും 41 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. സംവരണ വിഭാഗക്കാർക്ക് സർക്കാർ ചട്ടങ്ങൾ പ്രകാരം ഇളവുകൾ ബാധകം. ക്വാളിഫിക്കേഷൻ: ഫാർമസിസ്റ്റ്, ബി.ഫാം ആയുർവേദ. കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ്, കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യം. സാലറി ഡീറ്റെയിൽസ്: ഫാർമസിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് 15,850. എങ്ങനെ അപേക്ഷിക്കാം? യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 2024 ജനുവരി 10 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് തപാൽ വഴി അപേക്ഷിക്കുക. ബയോഡാറ്റ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി അയക്കേണ്ടതാണ്. വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അപ്ലൈ ലിങ്ക് പരിശോധിക്കുക. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, ഗുരുവായൂർ ദേവസ്വം, മലബാർ ദേവസ്വം ബോർഡുകളിൽ വിവിധ ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പുറത്തിറക്കിയ തൊഴിൽ വിജ്ഞാപനം അനുസരിച്ച് വിവിധ തസ്തികകളിലായി ഏകദേശം 5 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ തസ്തികയിലും വരുന്ന ഒഴിവു വിവരങ്ങൾ നോക്കാം. 1 എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് 4 4 ഒഴിവ്. ഇടുതുടി പ്ലെയർ 1 ഒഴിവ്. ഏജ് ലിമിറ്റ്: എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് 4 20 തൊട്ട് 27 വയസ്സ് വരെ. ഇടുതുടി പ്ലെയർ 20 തൊട്ട് 36 വയസ്സ് വരെ. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റ് പിന്നാക്ക സമുദായങ്ങളിൽപ്പെട്ടവർക്കും നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ: എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് 4 അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം. ഇടുതുടി പ്ലെയർ
മലയാളം എഴുതുവാനും വായിക്കുവാനുമുള്ള പരിജ്ഞാനം, ബന്ധപ്പെട്ട കലയിൽ ഗുരുവായൂർ ദേവസ്വം വാദ്യവിദ്യാലയത്തിൽ നിന്നോ കേരള കലാമണ്ഡലത്തിൽ നിന്നോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്ര കലാപീഠത്തിൽ നിന്നോ തത്തുല്യ സ്ഥാപനങ്ങളിൽ നിന്നോ നിർദ്ദിഷ്ട പഠനം വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം ലഭിച്ച സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതേ മേഖലയിലെ വിഖ്യാതരായ കലാകാരന്മാരിൽ നിന്ന് ലഭിച്ച 5 വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്. സാലറി എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് 4 8,000 തൊട്ട് 13,000 രൂപ വരെ. ഇടതുടി പ്ലെയർ 27,000 തൊട്ട് 60,000 രൂപ വരെ. ആപ്ലിക്കേഷൻ ഫീ എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് 4 500, SC/ST 300, ഇടതുടി പ്ലെയർ 300, SC/ST 200. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴി ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ടതാണ്. OMR പരീക്ഷ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ ചെയ്യുന്നത്. എങ്ങനെ അപേക്ഷിക്കാം? ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിലെ ഹോം പേജിലുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 3 മാസത്തിനകം എടുത്തതായിരിക്കണം. ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പണത്തിനും ഉപയോഗിക്കാവുന്നതാണ്. പ്രൊഫൈലിലെ പ്രിൻ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് താൻ സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് താൻ സമർപ്പിച്ചിട്ടുള്ള വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ്. അപേക്ഷാ ഫീസ് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്ന സമയത്ത് അടയ്ക്കാവുന്നതാണ്. ഒരിക്കൽ അടച്ച അപേക്ഷാ ഫീസ് യാതൊരു കാരണവശാലും മടക്കി നൽകുന്നതല്ല. വിദ്യാഭ്യാസ യോഗ്യത, ജാതി, പരിചയം, വയസ്സ് മുതലായവ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പകർപ്പുകൾ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും. നോട്ടിഫിക്കേഷൻ അപ്ലൈ ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. UK-യിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? ഇതാ അവസരം. അപേക്ഷിക്കാൻ വൈകേണ്ട. UK-യിലെ സ്വകാര്യ കെയർ ഹോമുകളിൽ നേഴ്സ്, സീനിയർ കെയർ അസിസ്റ്റൻ്റ് ഒഴിവ്. ഡിസംബർ 31 വരെ അപേക്ഷിക്കാം. യോഗ്യത നഴ്സിംഗിൽ ബിരുദം, ഡിപ്ലോമ, 1 വർഷം പരിചയം. IELTS, OET സ്കോർ, CV-യും സ്കോർ ഷീറ്റുകളും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മെയിലിൽ അയക്കണം. വെബ്സൈറ്റ് ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.